ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളൊരു ഓഡിയക്സിൻ്റെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. AS21 എന്ന് പറയുന്ന ഒരു 2.1 ആംപ്ലിഫയർ ബോർഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതും ക്ലാസ് ഡിയിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതാണ് നമ്മുടെ മാനുവൽ. ഇതിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിലുകൾ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് തന്നെ അവർ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പല മോഡലിലും പല IC വെച്ചിട്ടൊക്കെ മാർക്കറ്റിൽ പലപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ഹൈ ക്വാളിറ്റിയിൽ ICയിൽ ചെയ്ത് വന്നിരിക്കുന്ന ഒരു 2.1 ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ അസംബിൾ ചെയ്യാനാണ് ഈ പാനൽ ഇവർ കൊടുത്തിരിക്കുന്നത്. ഉണ്ടല്ലേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നോബ്, അതുപോലെ തന്നെ ഇത് ചെറിയൊരു സ്ക്രൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഫിക്സ് ചെയ്യാനുള്ള ഒരു സ്പേസർ, അങ്ങനെ ഫുൾ കിറ്റായിട്ടാണ് നമ്മൾ ഈ ബോർഡ് കൊടുക്കുന്നത്. അതായത് ഇതൊരു 2.1 ആംപ്ലിഫയർ ബോർഡാണ്. ഒരു 16 തൊട്ട് 36 വോൾട്ടേജ് DC കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 2.1 ആംപ്ലിഫയർ ബോർഡ്. ക്വാളിറ്റി ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. സെൻട്രലായിട്ട് ഇതിൻ്റെ IC ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി ഒരു ഫാനും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പക്ക ഒരു ക്വാളിറ്റി ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഫാൻ കൊടുത്തുകൊണ്ട് തന്നെ അങ്ങനെ ഹീറ്റിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ നമുക്ക് കമ്പോണൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം നല്ലൊരു ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മൈക്രോ സ്വിച്ചും കൊടുത്തിരിക്കുന്നു. നമ്മുടെ USB ബ്ലൂടൂത്ത് ഒക്കെ നമുക്കിത് സെലക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്സ് ഉണ്ട്, USB ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുത്തിട്ട് ഒരു 2.1 ഓഡിയോ ഔട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റീരിയോ ഇൻപുട്ട് കൊടുക്കുന്നത്. നമുക്കിതിൻ്റെ അകത്തൊരു USB സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്പീക്കർ ഔട്ടിന് വേണ്ടിയാണ്. ലെഫ്റ്റ് റൈറ്റ് അതേപോലെ തന്നെ സബ് ഔട്ട് നമുക്ക് ഇതെടുക്കാം. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്കിതിലേക്കാണ് ഇതിൻ്റെ പവർ സെക്ഷൻ കൊടുക്കേണ്ടത്. DC ഒരു 16 വോൾട്ടേജ് തൊട്ട് 38 വോൾട്ടേജ് DC വരെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 സിഗ്നൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമുക്ക് എക്സ്ട്രാ ഒരു മൈക്കിൻ്റെ ബോർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മോഡൽ AS21 എന്ന രീതിക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ കൺട്രോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ കൺട്രോൾ വരുന്നത്. നമുക്ക് ഫസ്റ്റ് വരുന്നത് നമുക്കിവിടെ ഓളി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് രണ്ടും ബാസും ട്രെബിളുമാണ്. അടുത്ത നമുക്ക് സബിൻ്റെ വോളിയം, അതുപോലെ തന്നെ സബിൻ്റെ ഫ്രീക്വൻസി. ഇതിന് മേലെ ഇവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 220 വാട്ട്സിൻ്റെ സ്റ്റീരിയോ ഔട്ടും 350 വാട്ട്സിൻ്റെ സബ് ഔട്ടും കൂടെ കിട്ടുന്ന രീതിയിലാണ് ഇത് ബോർഡ് വന്നിരിക്കുന്നത്. പക്ക ക്വാളിറ്റി ആയിട്ടുള്ള IC ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അത്ര അടുത്ത് തന്നെ ഇത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കും കറക്റ്റായിട്ട് തന്നെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കേസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ തന്നെ ഇത് അസംബിൾ ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ ബാക്ക് പാനലിനും അതിൻ്റെ ഡീറ്റെയിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മോഡൽ നമ്പർ, അതുപോലെ തന്നെ ഇതിൻ്റെ പവർ സപ്ലൈ, ബ്ലൂടൂത്ത് വേർഷൻ, എല്ലാ ഡീറ്റെയിലും ഇതിൻ്റെ അകത്ത് തന്നെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പക്ക ഒരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു മൊഡ്യൂൾ എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ബാസും ട്രിപ്പിളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഭയങ്കര ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയുടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുക. ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും മേടിക്കാവുന്നതേ ഉള്ളൂ. തന്നെ ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.